Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പ്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയെടുത്തിട്ടുള്ള നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഇപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ചിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അത്യാവശ്യം ചെറിയൊരു കട്ടിക്കുള്ള ബാറ്ററാക്കി എടുക്കണം. പിന്നെ പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടുള്ള പാലൊന്നും എടുക്കരുത്, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കാം. അപ്പോൾ പാകത്തിന് പാലൊഴിച്ചിട്ട് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയായിട്ടും പോവരുത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി കയ്യിൽ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെയായെങ്കിൽ മാത്രമേ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. പിന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ കളറൊക്കെ മാറി ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ല കളറൊക്കെ മാറി അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കേണ്ട. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറ് മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഈ ഒരു സ്നാക്ക് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഒന്ന് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്നാക്ക് ഇങ്ങനെയും കഴിക്കാം, പിന്നെ ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്കും ഒന്നും കൂടി ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പട്ടയുടെ ചെറിയൊരു 2 പീസ് പട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഡോണറ്റ് ബോൾസും ഈ ഒരു പൗഡറിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.